Welcome to ECA for Education. Kite Victors Plus 1 English Class 14, 15, 16, 17, 18, 90 എന്നിവയുടെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ് ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലാസ് 14ൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഈ ടേബിൾ ഫില്ല് ചെയ്യാനായിരുന്നു. ആൻസർ ദ അൺസർട്ടൺ കണ്ടീഷൻ ഓഫ് ഇന്ത്യ. ഹ്യൂമിലേഷൻ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 3 ലൈൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അൺഎംപ്ലോയ്മെൻറ്റ്, ഡെസ്പിറേഷൻ, പോവേർട്ടി. നെക്സ്റ്റ് ദ അറൈവൽ ഓഫ് ഗാന്ധിജി. സോ പൊളിറ്റിക്കൽ ഫ്രീഡം ടേക്കിംഗ് എ ന്യൂ ഷേപ്പ്, റിമൂവ് ദ ബ്ലാക്ക് പോൾ ഓഫ് ഫിയർ. ഇത് രണ്ടും ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 ലൈൻസ് ആണ് നമ്മളടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞത്. People wanted freedom, truth followed fearlessness, villagers were made aware of exploitation. Class 15 assignment answers. ഇതും നേരത്തെ കണ്ട ടേബിളിൻ്റെ ബാലൻസ് ആണ്. ഹിസ് ടീച്ചിങ്സ് ആൻഡ് മെത്തേഡ്സ്. ഫിയർലെസ്നെസ്സും ട്രൂത്തും ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 ലൈൻസ് ആണ് നമ്മളടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഹിസ് 2 ഫോൾഡ് ആക്ഷൻ, ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. അതിൻ്റെ നെക്സ്റ്റ് ലൈനും പിന്നെ മൈനോറിറ്റി പ്രോബ്ലം അതിൻ്റെ 2 ലൈൻസുമാണ് നമ്മളടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞത്. ആൻസർ ഗിവിംഗ് അപ്പ്, നോൺ വയലൻസ്, നോൺ കോപ്പറേഷൻ. ഹിസ് 2 ഫോൾഡ് ആക്ഷൻ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ എവിൽസ്. മൈനോറിറ്റി പ്രോബ്ലത്തിൽ റേസിംഗ് ഡിപ്രസ്ഡ് ക്ലാസസ്, റിമൂവിംഗ് അൺടച്ചബിലിറ്റി. ക്ലാസ് 16 അസൈൻമെൻറ്റ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ: Write a letter to the editor of a newspaper on the topic the need for installing garbage bins in your locality. ആൻസർ ഫ്രം. നെയിമും അഡ്രസ്സും പിന്നും നിങ്ങളെ ചോയ്സിന് കൊടുക്കുക, അതേപോലെ തന്നെ ഡേറ്റും. നെക്സ്റ്റ് ടു ദ എഡിറ്റർ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എഡിറ്ററിനെ സെൻഡ് ചെയ്യാനാണ്, അതുകൊണ്ട് തന്നെ ടു ദ എഡിറ്റർ. എഡിറ്ററിൻ്റെ പേര്. നെക്സ്റ്റ് ലൈനിൽ പ്ലീസ്. ഇത് ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് സർ എന്ന സല്യൂട്ടേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സർ, I would hereby bring to your notice about the pitiful condition of the garbage pile up in dash. ഇവിടെ ഞങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചോയ്സിനായിട്ടുള്ള സ്ഥലം എഴുതാം. ഏത് സ്ഥലത്താണ് ഈ ഇഷ്യൂ നടക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു ബ്ലാങ്കിൽ ഫില്ല് ചെയ്യാം നിങ്ങൾക്ക്. വിച്ച് ലുക്സ് ഡേർട്ടി ആൻഡ് അൺഹൈജീനിക്. It has every potential to become some sort of breeding ground for the vector-borne diseases. Moreover, cats and stray dogs scavenging in and around only makes the matter worse in addition to the constant foul smell from the garbage. Cleanliness is next only to godliness. Yet, the pitiful condition of garbage piling up in an area are not that uncommon. Lack of garbage bin can create a lot of nuisance in such an environment, including the spread of disease. It is the duty of the municipality department to arrange for garbage bin for collecting day-to-day domestic waste material. The seriousness of the matter is the lack of any community garbage bin in the area. I would kindly appeal to you provide a garbage bin at the earliest and make arrangement to clear up the garbage regularly. This is for your kind information and necessary action. You are thankfully നിങ്ങളുടെ പേര് അതേപോലെ തന്നെ സിഗ്നേച്ചർ. നെക്സ്റ്റ് ക്ലാസ് 17 അസൈൻമെൻറ്റ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ: റൈറ്റ് ദ അപ്പിയറൻസ് ഓഫ് മാഗി. ഫിസിക്കൽ അപ്പിയറൻസ് എഴുതാനായിരുന്നു സാറ് പറഞ്ഞത്. ആൻസർ: മാഗീസ് ഫുൾ നെയിം ഇസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. She is a young English girl. She is 13 or 14 years of age. When we see her first, she is wearing poor clothes, showing she is very poor. Her hair hung in a heavy strip down her back. She had large eyes with a sad expression. She works in a shop close to the restaurant where she met the writer.
She goes to the restaurant only on Saturdays because Saturday is a payday. Next, class 18 assignment answers. Question: imagine that Frank wrote a letter to Maggie on her birthday. What might have he written? Draft the letter. ഈ സ്റ്റോറിയിൽ ഫ്രാങ്ക് പഞ്ചാബിലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ചാബിലെ പട്യാൽ സർഹിന്ദ് റോഡ്, പട്യാല, പഞ്ചാബ് എന്നാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചാബിലത്തെ മറ്റു പ്ലേസുകളും എഴുതാം. നെക്സ്റ്റ് ഡേറ്റ് 5 ഫെബ്രുവരി 2021. ഇവിടെ ഞങ്ങൾ ഇന്നത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഡിയർ മാഗി എന്ന സല്യൂട്ടേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഡിയർ മാഗി, I dedicate this letter to you today because it is your birthday and you are a special person in my life and I appreciate you a lot. It was on this day 14 years ago that you were born. I still remember the day when I met you for all the first time and you looked like an adorable princess, a cute doll. You are such a hard-working girl. Overall, these years I have seen you grow and I have seen you become a strong and powerful girl. When I look back, I see a beautiful journey that we two have had. Those childhood memories when we would play and share our small secrets. When we are always there for each other, sharing our life, happy and sad moments. On this day, which is not just your special day, but also a very special day for me, I promise to be by your side even though I am not there with you. Once again, I am wishing you many happy returns of the day. I pray to Almighty to shower you with all the happiness in the world. May Almighty bless you with all the strength to become a wonderful woman who is an example for others. May you are successful in everything you do. May you have a successful year. Your loving brother, Frank. Next, class 19 assignment answers. Question: prepare a write-up on the impact of words in your life. Answer: first ഞങ്ങളൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. Your word is a reflection of your thought. Words carry an enormous that can either make the other feel good or humiliated. Wisely used words define the person's attitude and showcase the method of communication. It is the process of expressing the ideas, insights, and emotions. There are many who understand the importance of its expression, but others don't realize its importance. The power of words is beyond expression. It defines what the person wants to express. It can change the course of the life, and the vocabulary used must express your feeling wisely without hurting the opposite person. Leaders should think about words as being so powerful that they might be the main reason a leader will succeed or fail. A leader who doesn't use his words carefully may succeed to some degree എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിൻ സ്ട്രക്ചർ ടു സം ഡിഗ്രി എന്നാണ്. മേ സക്സീഡ് ടു സം ഡിഗ്രി, അതാണ് കറക്റ്റ് വേർഡ്. ബട്ട് ദ ട്രൂലി ഗ്രേറ്റ് ലീഡേഴ്സ് ആർ ഗ്രേറ്റ് ഒറേറ്റേഴ്സ് ആസ് വെൽ. Within the words we speak is an emotional potency. Each word that we use can have a colossal impact. But never think of words as inconsequential. Instead, think of them as powerful. Words can build up or tear down. They can motivate or discourage. Your word is a reflection of your thought. The words are powerful and using it wisely is one of the way of smooth communication, be it in the form of verbal or text. It is essential that it is used in a way to change the perspective of the opposite person. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.